ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരല്പം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാനൊരു കർപ്പൂരം കൂടിയാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് രണ്ടും കൂടെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ എന്താ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബോളയാണ്. അപ്പോൾ സബോള ഇതുപോലെ ഞാനിങ്ങനെ അതിൻ്റെ ഇതളുകൾ ഒന്ന് അടർത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഈ സബോളയുടെ ഇതളുകളൊക്കെ അകത്തോട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ എവിടെയാണോ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം കൂടുതലുള്ള അവിടെയൊക്കെ നമുക്കിതൊന്നും കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പാറ്റയും പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്ക് വരത്തില്ല. നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ അതുപോലെ കബോർഡിൽ ജനാലയുടെ സൈഡിലൊക്കെ ഒത്തിരി ശല്യം ഉണ്ടാവില്ലേ. നമ്മുടെ കിച്ചണിലായിരിക്കും കൂടുതൽ ശല്യം ഇവരെ കൊണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്. പാറ്റേനെയും പല്ലിനെയും ഓടിക്കാനുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു സവോള തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അല്പം കുരുമുളകിൻ്റെ നമ്മുടെ പൊടിയുണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് വേണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അരച്ചെടുക്കാനുള്ള അത്രയും വെള്ളം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബോളയുടെ ആ നീര് ഫുള്ളായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഞാൻ കംഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരല്പം കംഫർട്ടും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ, നമ്മൾ തുണിയിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന ഫാബ്രിക് കണ്ടീഷണർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ കൗണ്ടർ ടോപ്പിലും നമ്മുടെ വീട്ടിലെപ്പോഴാണോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ളത് ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് പാറ്റയോ പല്ലിയോ ഒന്നും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പിന്നെ വരത്തില്ല. അപ്പം പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മൾ തറയൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഏത് ലിക്വിഡാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാ ലൈസോളാണെങ്കിൽ അതെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വിമ്മാണുള്ളത്, അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരടപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഷാമ്പു ആണ് കേട്ടോ. അപ്പം ഏത് ഷാമ്പു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ പാക്കറ്റ് ഉണ്ട്, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് അതൊരു ക്ലീനിങ് സൊല്യൂഷൻ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ കറയും അഴുക്കും ഒക്കെ പോകാനുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബ്രഷ് ഇട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അഴുക്കും കറയും ഒക്കെ പോയി കിട്ടും. എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങും. നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ബാത്റൂമും ഇത് ഫ്ലോറിലെ ടൈലും വാൾ ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് ഇട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുകി വിട്ടാൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കി കാണിച്ചത്. അപ്പം എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.